രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. അപേക്ഷയിൽ തിങ്കളാഴ്ച വാദം കേൾക്കും. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ ഉച്ചയ്ക്ക് ശേഷം വാദം നടക്കും. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, ഒരാൾ ജയിലിലാണ്, ഒരാൾ സന്ദീപ് എവിടെയാണെന്ന് പോലും അറിയില്ല. സാഹചര്യത്തിലാണ് കോടതി ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കാനിരുന്നത്. എന്താണ് സന്ദീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റാൻ കാരണം? രാഹുൽ ഈശ്വറിന്റേത് എപ്പോൾ പരിഗണിക്കും? ധന്യ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിക്കാരിയെയാണ് സൈബർ ഇടങ്ങളിൽ അധിക്ഷേപിക്കുകയും ഒപ്പം തന്നെ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയും ചെയ്തുവെന്ന പരാതി ആ പരാതിക്കാരി തന്നെ നൽകിയത്. അതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ഒപ്പം തന്നെ 4ാം പ്രതിയായി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർക്കെതിരെയും പോലീസ് കേസെടുത്തത്. ഈ കേസിലാണ് നിലവിൽ മുൻകൂർ ജാമ്യാപേക്ഷ സന്ദീപ് വാര്യർ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ നൽകിയത്. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ തിങ്കളാഴ്ചത്തേക്ക് മാറ്റുന്നതായി, വാദം കേൾക്കാനായി മാറ്റുന്നതായാണ് ജഡ്ജ് വ്യക്തമാക്കിയത്. എന്തായാലും സന്ദീപ് വാര്യരുടെ കേസ് തിങ്കളാഴ്ചത്തേക്ക് മാറ്റുകയും ഇന്ന് ജാമ്യ ഹർജി നൽകിയിരിക്കുന്ന രാഹുൽ ഈശ്വറിന്റെ ഹർജി അത് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റുകയുമാണ് നിലവിൽ ചെയ്തിട്ടുള്ളത്. ഇന്നലെയാണ് രാഹുൽ ഈശ്വറിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ച ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കി ജയിലിലേക്ക് മാറ്റിയത്. ഇന്ന് വീണ്ടും രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യാപേക്ഷ പരിഗണിച്ച ശേഷം ആകും എന്ത് തീരുമാനമെടുക്കുന്നുവെന്ന് വ്യക്തമായ ശേഷമാകും പിന്നീടുള്ള നടപടികൾ എന്തായാലും സ്വീകരിക്കുക. എന്തായാലും പെൺകുട്ടി നൽകിയ പരാതിയിലാണ് ഇപ്പോഴത്തെ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. ഇതുവരെയും സന്ദീപ് വാര്യറിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പോലീസ് അത്തരത്തിലൊരു നീക്കം നിലവിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 6 പ്രതികളാണ് ആകെ ഈ കേസിലുള്ളത്. തന്നെയാണ്. ശരി വിജിൻ.